എനിക്ക് മാസാമാസം ഒരു പെണ്ണുങ്ങളെ തന്തപ്പിടിയെന്നൊന്നും പറയണ്ട, അച്ഛന് ചിലവിന് പൈസ തരുന്നുണ്ട്. ഞാനൊന്നിനും അങ്ങനെ റിയാക്ഷൻ വീഡിയോ കൊടുക്കാറില്ല, പക്ഷേ ഇതിന് കൊടുക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ആ പെണ്ണുങ്ങളെ ഒന്ന് നമ്മൾ കണ്ടു നോക്കിയാലോ. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഭയങ്കര എന്തോ ഒരു അത്ഭുതത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തോ സംശയത്തോടു കൂടിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ആളെന്ന് പറയുന്നത് ജസ്ന സലീമാണ്. ഞാൻ ഒരിക്കൽ ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. എനിക്ക് പൊതുവേ ഈ സ്ത്രീകളെ ഒരുപാട് ഇങ്ങനെ റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നതിനോട് അല്ലെങ്കിൽ ഒരാളിങ്ങനെ എയറിലാവുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. കൂടുതലും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി അവരിലുണ്ടെങ്കിൽ ഞാൻ അതിനെ. അപ്പം ദേ ഈ ഭൂലോക ഫ്രോഡമ്മച്ചിയുടെ തന്തപ്പിടി എനിക്ക് മാസാമാസം ചിലവിന് പൈസ തരുന്നുണ്ട്. അപ്പോൾ മാസാമാസം എനിക്ക് ചിലവിന് പൈസ തരുന്ന സമയത്ത് ഈ തള്ളച്ചിക്ക് അതൊരു വിഷമം. കാരണം തള്ളച്ചീനെ നോക്കാതെ ആ തള്ളച്ചിയുടെ തന്തപ്പിടി എനിക്ക് പൈസ അയച്ചു തരിക. എൻ്റെ പൊന്നാര മോളെ, നിൻ്റെ അച്ഛനെ ഉപദേശിക്കുക, എന്നെ ഉപദേശിച്ചിട്ട് കാര്യമല്ല. അങ്ങേര് വന്നിട്ട് എനിക്ക് മാസാമാസം ചിലവിന് പൈസ തരുന്നതുകൊണ്ട് നീ എന്നാത്തിനാ കൊച്ചെ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഞാൻ ചിത്രം വരച്ച് അതിലൂടെ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ അമ്മശ്ക്കിക്ക് ഒരു കണ്ണുകടി. അപ്പോൾ അമ്മശ്ക്കിയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിയുടെ തന്തപ്പിടി എനിക്ക് മാസാമാസം മാസപ്പടി ഇവിടെ കൊണ്ടുത്തരുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചു. പൊതുവേ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല, പക്ഷേ ഈ അവളുടെ തന്തക്ക് വിളിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് തോന്നി. അപ്പം മോളെ, എന്നെ ഉപദേശിക്കുന്ന നേരം കൊണ്ട് എനിക്ക് ചിലവിന് തരുന്ന നിൻ്റെ തന്തേനെ ഉപദേശിക്കട്ടോ. അപ്പം ഞാൻ സമ്പാദിച്ച് എന്ന് വെച്ചാൽ നയിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിന്നെ മാതിരി ഒളിവെട്ടിന് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലല്ല പൊന്നെ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. മോക്ക് മതിയായി എന്ന് വിചാരിക്കുന്നു. റിയാക്ഷൻ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ നയിച്ച് ഈ പറയല്ലേ, അധ്വാനിച്ച് ജീവിക്കുന്നവരെ ചൊറിയാൻ വരരുത് എന്ന്. ഏതായാലും നിൻ്റെ തന്തപ്പിടിയെ പോയി പഠിപ്പിച്ചാൽ മതി. ജസ്ന സലീമിനെ പഠിപ്പിക്കാൻ വരല്ലേ, മോശമായിപ്പോയി.